ഗൈസ് AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യ പന്ത് തട്ടാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി നോർ ഒപ്പണൻസ് എന്നൊക്കെ പറഞ്ഞ എതിരാളികളെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തതാണ്. ഇനി നമ്മൾ ഒരു സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബിയിൽ ഉസ്ബെക്കിസ്ഥാനും ഓസ്ട്രേലിയയോടും സിറിയയ്ക്കൊപ്പമുള്ള ഇന്ത്യയുടെ ഈ ഒരു ഗ്രൂപ്പിലെ ചാൻസസ് ആണ്. ഓരോ ടീമുകളോടും ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ടുകൾ, ഇന്ത്യ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ, ഒരു പ്രോബബിലിറ്റി എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. ഫുട്ബോളിൽ സാധ്യതകൾക്കോ പ്രഡിക്ഷനോ ഒന്നും ഒരു അർത്ഥമില്ലെന്നറിയാം. കാരണം എന്ത് വേണേലും ആ 90 മിനിറ്റിൽ സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒപ്പോണൻസിനെ ഒക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ പെർഫോമൻസും അവരെയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും എല്ലാ മത്സരവും വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ. സോ ആ ഒരു പ്രതീക്ഷയുടെ അമിതഭാരം കുറയ്ക്കാനും ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, ഓസ്ട്രേലിയ ആണ് നമ്മുടെ ആദ്യത്തെ എതിരാളികൾ. ഓസ്ട്രേലിയയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വളരെ ശക്തരായിട്ടുള്ളൊരു ഒപ്പോണൻറ്റ് തന്നെയാണ്. ഇന്ത്യക്കാളിലൊക്കെ ഒരുപാട് ഫിഫ റാങ്കിൽ മുകളിൽ നിൽക്കുന്നു. സ്ഥിരമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ്. ഏഷ്യയിലെ ഒരു ടോപ്പ് കൺട്രിയാണ്. ഏഷ്യ എന്ന് ഞാൻ പറഞ്ഞില്ല, AFCയിലെ ഒരു ടോപ്പ് കൺട്രിയാണ്. അവരിപ്പം വേൾഡ് കപ്പിലൊക്കെ അടക്കം മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ റീസെൻറ്റ് റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2023-24 കളിച്ച 9 മത്സരങ്ങളാണ്. ഇതിലൊക്കെ മിക്കതിലും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഇക്വഡോറിനെതിരെ 2 മത്സരങ്ങൾ കളിച്ച് 1 മത്സരം അവർക്ക് വിജയിക്കാൻ 1 മത്സരം പരാജയപ്പെടുകയും ചെയ്തു. അതുപോലെ അവർ കളിച്ചിട്ടുള്ള ഫ്രണ്ട്ലീസ് ഇംഗ്ലണ്ട്, അർജന്റീന എന്നീ ടീമുകൾക്കെതിരെ കളിച്ചിരുന്നു. അതിലൊരു ഒരു ചെറിയ മാർജിനിലുള്ള തോൽവി മാത്രമാണ് ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്നത്. മെക്സിക്കോക്കെതിരെ ഒരു ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. സോ ബാക്കിയൊക്കെ റിസൾട്ടുകൾ അവർക്ക് ഫേവർ ആകുന്ന തരത്തിലുള്ളതായിരുന്നു. മിക്കതിലും വലിയ വിജയങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ 2011 കളിച്ചിട്ടുണ്ടായിരുന്നു AFC ഏഷ്യൻ കപ്പിൽ. അന്നൊരു 4-0 ഒരു ഹ്യൂമിലിയേഷൻ ആയിരുന്നു. എനിവേ, ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2011 ഏറ്റതുപോലെ ഒരു വലിയൊരു ഹ്യൂമിലിയേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചും കൂടി ഒരു ചെറിയ മാർജിനിൽ, ഒരു 2-0 മാർജിനിലൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം അന്നത്തെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൈം ഓസ്ട്രേലിയ ആയിരുന്നു. ഒരുപാട് അവരുടെ ഒരു പ്രൈമിലെത്തിയിട്ടുള്ള താരങ്ങളുണ്ടായിരുന്നു. അന്ന് ഇന്ത്യയുടെ സ്ക്വാഡ് എന്താണെന്നുള്ളത് അറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡ് അതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ആ പറയുന്ന പോലത്തെ ഒരു പ്രൈം സ്ക്വാഡ് അല്ല. എങ്കിലും അവർ നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണ് എന്നുള്ള ഒരു സത്യം അവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു പ്രോബബിലിറ്റി വെച്ച് തന്നെ ഒരു ഇത് പറയുന്ന സമയത്ത് ഈ ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയ തന്നെ ഒരു 70% വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒരു 25% ഈ ഒരു മത്സരം ഡ്രോ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 5% മാത്രമാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ വർഷമൊക്കെ കളിച്ച മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് ബൊളീവിയ, ഒമാൻ, വിയറ്റ്നാം, ചൈന, പലസ്തീൻ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇറാനെതിരെയും മെക്സിക്കോക്കെതിരെയും ഡ്രോ നേടിയിട്ടുണ്ട്. ഇറാനെതിരെ ഒരു മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ USA-ക്കെതിരെയാണ് ഒരു വലിയൊരു ഹ്യൂമിലിയേഷൻ 3-0 തോറ്റിട്ടുള്ളത്. അതർവൈസ് ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലും ഓസ്ട്രേലിയയും ഉസ്ബെക്കിസ്ഥാനും ഒരേപോലെ തന്നെ ശക്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ ഒരു മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെടാൻ തന്നെയാണ് കൂടുതൽ ചാൻസസ്. സോ ഈ ഒരു പ്രോബബിലിറ്റി നോക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ ഒരു 65% ജയസാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു 25% ഈ ഒരു മത്സരം ഡ്രോ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 10% ആയിരിക്കും ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. സിറിയയിലേക്ക് വരുമ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു അർജന്റീൻ ഫ്ലേവർ ഉള്ള ഒരു ടീമാണ്. കോച്ചാണെങ്കിലും കുറച്ച് പ്ലെയേഴ്സൊക്കെ ആണെങ്കിലും പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ പ്ലെയേഴ്സ് അവർ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സിറിയയ്ക്കാണ് ഇന്ത്യ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. 2019 കളിച്ചിരുന്നു. അന്ന് ഇഗോർ ഷിമാച്ച് തന്നെയായിരുന്നു പരിശീലകൻ. പിന്നെ സിറിയ കുറച്ച് ട്രിക്കിയാണ്. അവരിപ്പം കുവൈറ്റിനെതിരെ അവർ തോറ്റു, പക്ഷേ ചൈനയ്ക്കെതിരെ അവർ ജയിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് നിൽക്കുന്നത്. എങ്കിലും സിറിയയ്ക്കെതിരെ ഇന്ത്യ ഒരു മത്സരത്തിൽ, സിറിയയേക്കാൾ ഈ ഒരു മത്സരത്തിൽ ഒരു വിജയ സാധ്യത ഞാൻ ഇന്ത്യക്കാണ് നൽകുന്നത്. ഒരു 30% ഇന്ത്യ വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 20% സിറിയ വിജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഒരു മത്സരം കൂടുതലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡ്രോ ആകാനാണ്. അതുകൊണ്ട് തന്നെ ഒരു 50% ഈ ഒരു മത്സരം ഡ്രോ ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഗൈസ്, ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വെബ്സൈറ്റിൻ്റെയോ അങ്ങനെയുള്ളത് നോക്കി പറഞ്ഞതല്ല. ഞാൻ ഈ ടീമുകളുടെയൊക്കെ റിസൾട്ടും അവരുടെ പെർഫോമൻസിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ കണക്കുകൾ മാത്രമാണിത്. ആൻഡ് ഇന്ത്യക്ക് ഒരു 3 പോയിന്റ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ കിട്ടിയാൽ ഇന്ത്യ ഈസിലി അടുത്ത റൗണ്ടിലേക്ക്, അതായത് റൗണ്ട് ഓഫ് 16 കടക്കും. സോ ഇന്ത്യ റൗണ്ട് ഓഫ് 16 കടക്കുക എന്നുള്ളത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ മാത്രം നിർണ്ണയിച്ചിരിക്കില്ല. കാരണം മറ്റു ഗ്രൂപ്പുകളിലെ കൂടി നോക്കണം. കാരണം ബെസ്റ്റ് 4 ടീംസ് ആണ്, 3rd പ്ലേസ് വരുന്ന ടീമുകൾക്കാണ് അടുത്ത റൗണ്ടിലേക്ക് ഒരു പ്രോഗ്രഷൻ കിട്ടുന്നത്.
സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ മോസ്റ്റ് പ്രോബബിളി ഇന്ത്യ റൗണ്ട് ഓഫ് 16 കടക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നെഗറ്റീവ് അടിക്കുകയല്ല. സോ നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഉള്ള ചാൻസസ് ഭയങ്കര കുറവാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു മരണ ഗ്രൂപ്പിലാണ്. റൗണ്ട് ഓഫ് 16ലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ സുഡാനിയിൽ സൗബിൻ പറയുന്നൊരു ഡയലോഗില്ല, നടത്തൂല്ല എന്ന് ബുദ്ധി കൊണ്ട് അറിയുന്ന കാര്യം നടത്തുമെന്ന് മനസ്സുകൊണ്ട് തോന്നിപ്പിക്കില്ലേ. ആ ഹോപ്പാണ് ഒരു വേൾഡ് ക്ലാസ് ടീം അല്ലായിരുന്നിട്ട് കൂടി നമ്മുടെ സ്വന്തം രാജ്യം എന്ന നിലയിൽ നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹോപ്പ് എന്ന് അവസാനിക്കുന്നു അന്ന് ആ പ്രതീക്ഷ നമ്മൾ നിർത്തും. അതുകൊണ്ട് അത്ഭുതങ്ങളെ കാട്ടി റൗണ്ട് ഓഫ് 16ലേക്ക് കുതിക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത് മറ്റോ കാണിക്കാനുള്ള സനിയ.